1813 വിശുദ്ധ ജനിച്ചത്. തന്റെ 17ാമത്തെ വയസ്സിൽ മുതൽ തന്റെ ഇടവകയിൽ ധ്യാനത്തിനുള്ള സൗകര്യങ്ങൾ ഒരുക്കുക, സ്ത്രീകൾക്കായുള്ള പദ്ധതികൾ തുടങ്ങി ധാരാളം കാര്യങ്ങൾ ചെയ്തു വന്നു. ഈ പ്രവൃത്തികളിൽ അവളുടെ സാമർത്ഥ്യം കണക്കിലെടുത്ത് അവളുടെ 24ാമത്തെ വയസ്സിൽ പാവപ്പെട്ട കുട്ടികൾക്കായുള്ള തൊഴിൽശാലയിൽ മേൽനോട്ടക്കാരിയായി നിയമിച്ചു. 2 വർഷ ശേഷം രാത്രികളിലും കുട്ടികൾക്ക് പോകുവാൻ ഒരിടമല്ലെന്ന് മനസ്സിലാക്കിയ വിശുദ്ധ ഈ പെൺകുട്ടികൾക്കായി രാത്രിയിൽ നേരിടേണ്ടി വരുന്ന അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതിനായി അവർക്ക് പാർക്കാൻ ഒരു സുരക്ഷിത ഭവനം വേണമെന്ന് ആഗ്രഹിച്ചു. എന്നാൽ മേലധികാരികൾ വിശുദ്ധയുടെ ഈ ആവശ്യം നിഷേധിച്ചു. ആ ജോലി ഉപേക്ഷിക്കുവാനുള്ള അവളുടെ തീരുമാനം വളരെ പെട്ടെന്നായിരുന്നു. നന്മ ചെയ്യുവാനുള്ള ഒരു ചെറിയ അവസരമെങ്കിലും നഷ്ടപ്പെട്ടാൽ എനിക്ക് ആ രാത്രി മനസ്സമാധാനത്തോടു കൂടി ഉറങ്ങുവാൻ കഴിയുകയില്ല എന്ന് വിശുദ്ധ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. അതിനാൽ വിശുദ്ധ ജോലി ഉപേക്ഷിച്ചതിന് ശേഷം പാവപ്പെട്ട പെൺകുട്ടികൾക്കായി ഒരു പാർപ്പിടം നിർമ്മിക്കുകയും അതിനൊപ്പം ബധിരർക്കായി വിദ്യാലയം നടത്തുന്ന തന്റെ സഹോദരനെ സഹായിക്കുകയും ചെയ്തു. തന്റെ 27ാമത്തെ വയസ്സിൽ അവൾ മറ്റൊരു വാതിൽക്കൽ നിൽക്കുകയാണ്. ഹാൻഡ് മെയ്ഡ് ഓഫ് ചാരിറ്റി സന്യാസിനി സഭയുടെ മേലധികാരിയായി അവൾ നിയമിതയായി. യൂറോപ്പിൽ യുദ്ധം പുറപ്പെട്ട കാലത്ത് അവരുടെ ജന്മദേശം ആക്രമിക്കപ്പെട്ടു. ഇത്തരം സാഹചര്യങ്ങളിൽ പലരും മടിയും ഭയവും നിമിത്തം തങ്ങളുടെ കിടക്കമുറിയിൽ പുതപ്പിനടിയിൽ കഴിച്ചുകൂട്ടുകയാണ് പതിവ്. എന്നാൽ വിശുദ്ധയാകട്ടെ തനിക്ക് മുന്നിൽ വരുന്ന കാര്യങ്ങളിൽ നിന്നും പുതിയ അവസരങ്ങൾ തിരയുകയാണ് ചെയ്തത്. യുദ്ധത്തിൽ ധാരാളം പേർക്ക് മുറിവേൽക്കുകയും രോഗികളാകപ്പെടുകയും ചെയ്തു. വിശുദ്ധയുടെ മറ്റു കന്യാസ്ത്രീകളും സൈനിക ആശുപത്രിയിൽ രോഗികളെ പരിചരിക്കുകയും കൂടാതെ യുദ്ധമുഖത്ത് പോലും മുറിവേറ്റവർക്കും മരിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ആത്മീയ ശാന്തിയും ശാരീരിക സൗഖ്യവും നൽകി. 1855 വിശുദ്ധ മരണമടഞ്ഞു. തന്റെ അവസാന വാതിൽ കൂടി കടക്കുമ്പോഴും വിശുദ്ധ ഒട്ടും ഭയപ്പെട്ടിരുന്നില്ല. എന്നേക്കുമായി തന്റെ പ്രഭുവിന്റെ പക്കൽ പോകുന്ന ആനന്ദത്തിലായിരുന്നു വിശുദ്ധ.